കൈക്കൂലി കേസിൽ അറസ്റ്റിലായ കൊച്ചി കോർപ്പറേഷൻ ഉദ്യോഗസ്ഥയെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. വൈറ്റില സോണൽ ഓഫീസിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടർ സ്വപ്ന ആണ് സസ്പെൻഡ് ചെയ്തത്. അന്വേഷണ വിധേയമായാണ് നടപടി. സുജയ, കൊച്ചി കോർപ്പറേഷനിലെ വൈറ്റില സോണൽ ഓഫീസിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടറായ സ്വപ്നയാണ് ഇപ്പോൾ കോർപ്പറേഷൻ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അന്വേഷണ വിധേയമായിട്ടാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. തുടർ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി LST ഡയറക്ടറോട് റിപ്പോർട്ട് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്ലാനിന് അംഗീകാരം നൽകാൻ വേണ്ടി 15,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ തൃശൂർ മണ്ണുത്തി സ്വദേശിയായ സ്വപ്ന വിജിലൻസിന്റെ പിടിയിലാകുന്നത്. മുൻപും പല ആളുകളിൽ നിന്നും സ്വപ്ന കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എന്നാണ് വിജിലൻസ് പറയുന്നത്. ഇത് സംബന്ധിച്ച രേഖകൾ വിജിലൻസ് പരിശോധിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഈ സ്വപ്ന അനുമതി നൽകിയ കെട്ടിടങ്ങളുടെ ഉടമകളെയും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട കരാറുകാരെയും വിളിച്ച് അത്തരത്തിൽ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനും വിജിലൻസ് തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം സ്വപ്നയുടെ കാറിൽ നിന്ന് ഏതാണ്ട് 41,000-ലധികം രൂപയാണ് കണ്ടെടുത്തത്. ഇതും കൈക്കൂലി പണമാണ് എന്ന് തന്നെയാണ് വിജിലൻസിന്റെ കണക്ക് കൂട്ടൽ. മാത്രമല്ല, തൃശ്ശൂരിലെ സ്വപ്നയുടെ വീട്ടിലും വിജിലൻസ് പരിശോധന നടത്തിയിരുന്നു. നിലവിൽ സ്വപ്ന റിമാൻഡിൽ കഴിയുകയാണ്. കുടുംബത്തോടൊപ്പം മക്കളോടൊപ്പം കാറിൽ വൈറ്റിലയിലെത്തി ഈ കരാറുകാരിൽ നിന്ന് കൈക്കൂലി വാങ്ങുകയായിരുന്നു. ഒരു ഫ്ലോറിന്റെ പ്ലാനിന് അംഗീകാരം നൽകാൻ വേണ്ടി 5,000 രൂപയാണ് കൈക്കൂലി ആവശ്യപ്പെട്ടത്. അത്തരത്തിൽ 5 നിലകളുള്ള ഒരു കെട്ടിടത്തിന്റെ പ്ലാൻ അംഗീകരിക്കാൻ വേണ്ടി 25,000 രൂപ ആവശ്യപ്പെട്ടു. തുടർന്ന് അത് 15,000 രൂപ മതി എന്ന നിലപാടെടുത്തു. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം 3 മണിക്ക് വൈറ്റിലയിലെ പൊന്നുരുന്നി റോഡിൽ വെച്ച് സ്വന്തം വാഹനത്തിലെത്തി സ്വപ്ന കൈക്കൂലി വാങ്ങുന്നത്. അതിനിടയിലാണ് വിജിലൻസിന്റെ പിടിയിലായിട്ടുള്ളത്. മാത്രവുമല്ല, ഇത് നേരത്തെ സ്വപ്ന സമാനമായ രീതിയിൽ നിരവധി പേരിൽ നിന്ന് കൈക്കൂലി വാങ്ങിയിട്ടുണ്ട്. അവരിലേക്കും ഉടൻ തന്നെ അന്വേഷണം എത്തുമെന്നാണ് വിജിലൻസ് പറയുന്നത്. വിവരങ്ങൾ നൽകിയത് അർജുൻ മട്ടന്നൂരാണ് കൊച്ചിയിൽ നിന്ന്.